വരണം വരണം. നിങ്ങളെ തന്നെയാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. വിശേഷം വല്ലതും ഉണ്ടോ സാർ? ഉണ്ട്. ഇവിടെ സർക്കാർ ആശുപത്രി സ്ഥാപിക്കാനായി ഗവൺമെന്റിൽ നിന്ന് ഉത്തരവായി ആർഡറും വന്നിട്ടുണ്ട്. മാളിക വീടിന്റെ പെറ്റീഷൻ തള്ളി. സുപ്രീം കോടതിയിലേക്ക് അപ്പീലിന് പോയിക്കൂടെന്നും വിധിയുണ്ട്. അപ്പൊ നമ്മൾ ജയിച്ചല്ലോ വേരപ്പാ. അപ്പോഴേ നിങ്ങൾ നാളെ വരും. എല്ലാ പരിപാടിയും നമുക്ക് വിശദമായി നാളെ അങ്ങോട്ട് സംസാരിക്കാം. നമ്മളെല്ലാരും ജയിച്ചെന്ന് പറയുന്നടാ. ഇതിൽ പേരെ ഒരു അവമാനമുണ്ടോ? അറ്റൻഡിലോട് ഞാൻ തോറ്റുപോയില്ലടാ. അങ്ങനെ ഒരാളി തോറ്റിട്ടൊന്നുമില്ല, ഒട്ട് തോക്കേമില്ല. ഒത്തിരി സ്ഥലമുള്ളതല്ലേ, ഉറച്ചങ്ങ് പോകുന്നെങ്കിൽ പോട്ടെന്ന് വയ്ക്കും. മറ്റാർക്കും അല്ലല്ലോ, സർക്കാരിനല്ലേ. ആ കഴുതേ, താൻ ഒറ്റ ഒരുത്തനെല്ലാം കാരണക്കാരൻ. അയ്യോ ഞാനോ? ഇത് കോടതി വിധിയല്ലേ അങ്ങനെ? ആ കാര്യം തന്നെയാ പറഞ്ഞത്. ഹൈക്കോടതിയും തള്ളിയാലോ എന്നൊരു ചോദ്യം താൻ ചോദിച്ചില്ലേ? ഏരപ്പേ ഔവ തന്റെ കരുനാക്കെടുത്ത് വളച്ചില്ലേ? അന്നേ ഞാൻ നിശ്ചയിച്ചതാ. അതുപോലെ തന്നെ സംഭവിച്ചു. ഇതില്ലേ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ആയല്ലോ. വേണ്ട വേണ്ട, പണ്ടാരും പറഞ്ഞ എനിക്ക് കേൾക്കണ്ട. താനൊന്നും മിണ്ടായിരുന്ന മാത്രം മതി. എന്നാൽ ഇനി മുതലാളി നോക്കിക്കോ. അവന്മാർ ആശുപത്രി പണിയുമ്പോ ഈ ചിഞ്ചലം ചാത്തു ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. പഴയ കത്ത് കയ്യിലുണ്ടായിരിക്കും. ചേട്ടാ അങ്ങോട്ട് പോടാ. അല്ല, സിന്ധു എന്താ ഇവിടെ തനിച്ച് നടക്കുന്നത്? എനിക്കിഷ്ടം ഉണ്ടായിട്ട്. ഞാനിവിടെ ഉള്ളപ്പോ സിന്ധു തനിച്ച് നടക്കേണ്ട ആവശ്യമുണ്ടോ? വരൂ, നമുക്കൊരു പിക്നിക്കിന് പോവാം. വിടൂ, തനിച്ച് പോയാ മതി. ഞാൻ വരുന്നില്ല. ഞാൻ ഒന്ന് പറഞ്ഞേക്കാം, എനിക്ക് ഇനിയും ഇങ്ങനെ വെറുതെ നടക്കാൻ പറ്റില്ല. വെറുതെ നടക്കാൻ ആര് പറഞ്ഞു? പോയി വല്ല ജോലിയും ചെയ്യണം. ഞാൻ അതല്ല പറഞ്ഞത്, നമ്മുടെ കല്യാണം ഉടനെ നടക്കണമെന്ന്. ഓഹോ, അതാണോ കാര്യം? ഞാൻ നിങ്ങളോട് എത്ര തവണ പറഞ്ഞു കല്യാണ കാര്യം പറഞ്ഞ് എന്റെ പുറകെ നടക്കണ്ടാന്ന്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോന്നാ നല്ലത്. അങ്ങനെ തനിച്ച് പോകാനല്ല ഞാൻ പേഷ്യയിൽ നിന്നും വന്നത്. സിന്ധു, എന്റെ സിന്ധു. സിന്ധു, അയ്യോ ഇതെന്താ? അമ്മാവാ, ഞാൻ പോകുന്നു. പോകുന്നു? എങ്ങോട്ട്? പേക്ഷയിലോട്ട്. ഇന്ന് തന്നെ മടങ്ങുന്നു. ഈ നിമിഷത്തിൽ മടങ്ങുന്നു. അപ്പൊ കല്യാണമോ? കല്യാണം എന്താ? എന്തുണ്ടായെന്ന് പറയൂ. പേക്ഷയിലെ പെണ്ണുങ്ങൾ അങ്ങനെ ആണുങ്ങളെ കൈയെടുത്ത് അടിക്കാറില്ല. അയ്യോ അതെന്താ, അവർക്ക് കൈയില്ലേ? കൈയൊക്കെ ഉണ്ട്, പക്ഷെ അടിക്കാറില്ല. കല്യാണക്കാരൻ ചോദിച്ചപ്പോഴേ സിന്ധു എന്നെ അടിച്ചു. അവൾ അത്രയ്ക്കായോ? നീ ഇവിടെ ഇരി, ഞാനോട് ചോദിക്കട്ടെ. സിന്ധു, എടി സിന്ധു. എന്താ? എവിടെ അവനോടെ? വിജയൻ വിജയൻ കുഞ്ഞ് പോയി മുതലേ? വിജയൻ കുഞ്ഞ് പോയി. ഇനി എനിക്ക് കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞു വിടുന്ന ഇറങ്ങിപ്പോയി. സിന്ധു, എന്താ വീണ്ടും വന്നത്? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാ. അത് നന്നായി. അതിനിങ്ങോട്ട് കയറി വന്നത്? ഞാനിനി മടങ്ങി പോകുന്നില്ല. എന്നെ കൂടി ഇവിടെ താമസിപ്പിച്ചൂടെ? ഇവിടെ താമസിക്കാൻ ഇത് വാടക വീടോ മറ്റോ ആണ്? എനിക്ക് വാടക വീടല്ല വേണ്ടത്, അഭയമാണ്. ഞാൻ നിങ്ങളുടെ ശത്രുവാണ്. ശത്രുവിന്റെ മുമ്പിൽ അഭയം കീഴടങ്ങലാണെന്ന് എനിക്കറിയാം. ഞാൻ എന്നേക്കുമായി എന്റെ വീട് ഉപേക്ഷിച്ചു. കഴിയുമെങ്കിൽ എന്നെ രക്ഷിക്കൂ. അറിയിക്കട്ടെ, സിന്ധുവിന് എന്താ സംഭവിച്ചെന്ന് പറയും.
എല്ലാത്തിലും വലുത് പണമാണെന്ന് വിശ്വസിക്കുന്ന ഒരു അച്ഛന്റെ മകളായി ഞാൻ ജനിച്ചു. അതിൽ കൂടുതൽ ഒന്നും സംഭവിക്കേണ്ടതില്ല. മറ്റൊന്നും എന്നോട് ചോദിക്കരുത്. ഒരു സംശയം, ഈ അഭയം തേടി ഇങ്ങോട്ട് തന്നെ വരാൻ കാര്യം? ആരാധിക്കുന്ന സ്ഥലത്ത് തന്നെ അഭയം തേടുന്നതല്ലേ നല്ലത്? ആരാധനയോ? എന്ത് ചെയ്യാം, അങ്ങനെ സംഭവിച്ചു പോയി. ഓഹോ, മറ്റൊരു കാര്യം, ഞാനിവിടെ ഏകനാണ്. അറിയാം. എന്നോടൊന്നിച്ച് താമസിക്കാനാണോ ഇവിടെ വന്നത്? അതെ. ആരായിട്ട്? അതങ്ങാണ് തീരുമാനിക്കേണ്ടത്. ഒരു അന്യപുരുഷൻ ഒരു സ്ത്രീയുമായി ഒരുമിച്ച് താമസിച്ചാൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചേ തീരൂ എന്ന് വിശ്വസിക്കുന്ന ദുർബലനല്ല ഞാൻ. പക്ഷേ സിന്ധുവിനെ കുറിച്ച് മറ്റുള്ളവർ എനിക്കൊരു പ്രശ്നമല്ല. സിന്ധുവിന്റെ അച്ഛനാണ് അങ്ങേ എനിക്ക് കാണിച്ചു തന്നത്. എന്നെ മാനഭംഗപ്പെടുത്തി നുണ പറഞ്ഞ് അങ്ങയുടെ കാൽക്കിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞത് എന്റെ അച്ഛനാണ്. ശരി, ഇത് സംഭവിച്ചുണ്ടാകാവുന്ന അപകടം ഞാൻ കാര്യമാക്കുന്നില്ല. ഒരു അപകടവുമില്ല. ഞാൻ പ്രായപൂർത്തിയായവളാണ്. അതിലൊന്നും വലിയ കാര്യമില്ല. അതുപോട്ടെ, ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നത് സിന്ധുവിനെ ഞാൻ മാനഭംഗപ്പെടുത്തി എന്ന നുണയുടെ പേരിലാണ്, അല്ലേ? അതുകൊണ്ട് സിന്ധു മാനത്തിന് ഒരു ഭംഗവും വരാതെ ഇവിടെ താമസിക്കുന്നത് കാണാൻ ഒരു രസമുണ്ട്. സിന്ധു ഇവിടെ തന്നെ താമസിച്ചു. സിന്ധുവിന്റെ അച്ഛനെ ഒന്ന് കാണട്ടെ. വേലപ്പന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് സത്യം തന്നെയാണോ മുതലാളി? അതെനിക്കറിയാവുന്നതല്ലേ ഞാൻ രാഘവനെ വിളിപ്പിച്ചത്. എന്റെ മകളെ വിളിച്ചുകൊണ്ട് വരാൻ എനിക്കറിയാൻ പാടില്ലായിട്ടല്ല. പക്ഷെ ഞാൻ അവിടെ പോയാൽ എന്തൊക്കെ സംഭവിക്കുമെന്നോ ആരൊക്കെ മരിക്കുമെന്നോ എനിക്ക് നിശ്ചയമില്ല. എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ടാണ് രാഘവനോട് കൂടി ചോദിച്ചിട്ടാകാമെന്ന് കരുതിയത്. എനിക്ക് സംസാരിച്ചോണ്ടിരിക്കാൻ നേരമില്ല, ഞാൻ പോകുന്നു. വേണ്ട മുതലാളി, മുതലാളി പോകണ്ട. ഞാൻ പോയി സിന്ധുമോളെ വിളിച്ചോണ്ട് വരാം. അവളെ ഇവിടെ വിളിച്ചോണ്ട് വരാമെന്ന് നിനക്ക് ധൈര്യമുണ്ടോ? ഉണ്ട് മുതലാളി, ധൈര്യമുണ്ട്. ഇതാണ് സഹോദര സ്നേഹം എന്ന് പറയുന്നത്. വേലപ്പൻ കൊള്ളരാത്തവനാണെങ്കിലും അവൻ ആപത്ത് വരുന്നതിൽ രാഘവന് സങ്കടമുണ്ട് കേട്ടോ. ശരി രാഘവ, ഇനി താമസിക്കണ്ട, വേഗം വേഗം മകളെ ഇറക്കിക്കൊണ്ടുവരും. ശരി മുതലാളി. രാഘവ, ഇതാ ഈ റിവോൾവറുടെ കയ്യിരിക്കട്ടെ. ഇതെന്തിനാ മുതലാളി? വെറുതെ അവനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി മാത്രം. അവന്റെ സ്വഭാവം നിനക്ക് നല്ലപോലെ അറിയാമല്ലോ. നീ പറഞ്ഞാൽ ഒരുപക്ഷെ അവൻ അനുസരിച്ചില്ലെന്ന് വരും. ഇതിനൊന്നുമില്ല. 1 2 ഇല്ല. സിന്ധുവിനെ വിടുകയില്ലെന്നോ സിന്ധു വരികയില്ലെന്നോ നിർബന്ധം പിടിച്ചാൽ വേലപ്പിനെ വെടിവെക്കുമെന്നും പറഞ്ഞ് നീ ഈ തോക്ക് അവന്റെ നേരെ ചൂണ്ടണം. ഉടനെ വേലപ്പിനെ വെടിവെച്ച് കളയുമെന്ന് ഭയന്ന് സിന്ധു നിന്നോടൊപ്പം ഓടി പോരുകയും ചെയ്യും. ഇതാ. ശരി മുതലാളി, ഞാൻ പോയിട്ട്. അപ്പോ അതിനകത്ത് ശരിക്കും ഉണ്ടില്ലേ മുതലാളി? എടാ മഠയാ, ഞാൻ 5 പ്രാവശ്യമല്ലേ അവനെ അടിച്ച് കാണിച്ചുള്ളൂ. 6ാമത് അവൻ അടിച്ചാൽ ആ സെക്കൻഡിൽ പിടിപൊട്ടും. അപ്പോ അതോടെ വേലപ്പന്റെ കഥ കഴിഞ്ഞു. മുതലാളിയുടെ ഒരു ചേട്ടനോ? ആ പെണ്ണെവിടെ? ഏത് പെണ്ണ്? നീ വിളിച്ചോണ്ടെന്ന് മുതലാളിയുടെ മോള്. ഞാനാരെയും വിളിച്ചോണ്ടോന്നില്ലല്ലോ. പിന്നെ പെണ്ണെവിടെ പോയി? പെണ്ണിവിടെ ഉണ്ട്. അതെങ്ങനെ വന്നു ചോദിച്ചത്? അത് പെണ്ണിനോട് ചോദിച്ചാ പോരെ. സിന്ധു, എന്റെ ചേട്ടനെ നിനക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. നിന്നെ ഞാൻ വിളിച്ചോണ്ട് വന്നതാണ്. അല്ല, ഞാൻ സ്വയം വന്നതാണ്. കഴിഞ്ഞില്ലേ? ഇല്ല, കഴിഞ്ഞില്ല. ഈ പെണ്ണിനെ ഉടനെ അവളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കണം. അത് എന്റെ ജോലിയല്ല. എങ്കിൽ ഞാൻ വിളിച്ചോണ്ട് പോകും. സന്തോഷം. അതൊക്കെ എങ്ങോട്ട്? പെണ്ണിന്റെ വീട്ടിലേക്ക്. ഞാൻ നിങ്ങളുടെ കൂടെ അല്ലല്ലോ വന്നത്. പെണ്ണിന്റെ അച്ഛന് വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. അക്കാര്യത്തിൽ എനിക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി? പെണ്ണി പെണ്ണോട് വെച്ച് വരുന്നുണ്ടോ? അദ്ദേഹം പറയാതെ ഞാൻ പോവില്ല. വിളിച്ചു കയറ്റിയാലേ ഇറക്കി വിടാൻ പറ്റൂ. വിളിക്കാതെ വന്നു, ചോദിക്കാതെ പോകാം.
പറയാതെ ഞാൻ പോവില്ല. പറഞ്ഞിട്ടും പോവില്ല. നീ പറയില്ലല്ലേ? ഇല്ല. നീ ഇവിടെ ഇറക്കി വിടില്ലല്ലേ? ഇല്ല. നിന്നെ കൊല്ലും. മര്യാദക്കുള്ള വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നോ ഇല്ലയോ? എന്താ ചേട്ടാ ഇത്? തോക്കോ? ചേട്ടൻ തോക്കം കൊണ്ട് നടക്കാൻ തുടങ്ങിയോ? ഈ തോക്ക് എവിടെ നിന്ന് കിട്ടി ചേട്ടാ? ഓ, മുതലാളിയുടെ സമ്മാനമായിരിക്കും. ഇത് കളിത്തോക്കാണോ അതോ പൊട്ടുന്ന തോക്കാണോ ചേട്ടാ? നീ കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട. പെണ്ണിനെ ഇറക്കി വിടുന്നോ ഇല്ലയോ? ഇല്ലെങ്കിൽ വെടിവെക്കുമായിരിക്കും. വെച്ചോളൂ. വിലപ്പായത് കളിയല്ല, ഞാൻ കാര്യമായിട്ട് പറയാണ്. അത് പിന്നെ എനിക്കറിയില്ല ചേട്ടാ. തോക്ക് കൊണ്ടാണോ കളി? ചേട്ടൻ വെടിവെച്ചോളൂ. വിലപ്പാ കൊന്നോളൂ. എന്റെ അമ്മ മുതലാളി, എന്തോ കുഴപ്പമുണ്ട്. ആ വേലപ്പുണ്ട് ഇങ്ങോട്ട് ഓടി വരുന്നു. ചുമ്മാ ഇടാ. എടാ മുതലാളി, ഇത് ഞാൻ തന്നെയാണ് വേലപ്പൻ. നിങ്ങൾ വിളിക്കുന്ന തെമ്മാടി വേലപ്പൻ. പേടിക്കണ്ട, എന്റെ പ്രേതമല്ലെന്നർത്ഥം. എന്നെ വെടിവെച്ച് കൊല്ലാനായിരുന്നല്ലോ. ഉണ്ട നിറച്ച തോക്ക് ഉണ്ടയില്ലെന്നും പറഞ്ഞ് എന്റെ ചേട്ടന്റെ കൈവശം നീ കൊടുത്തയച്ചത്. ആ തോക്ക് കൊണ്ട് എന്റെ ചേട്ടൻ വെടിവെച്ചു. ആള് മരിച്ചു. എന്റെ ചേട്ടത്തിയമ്മ, എന്റെ അമ്മയെപ്പോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന എന്റെ ചേട്ടത്തിയമ്മ വെടിയേറ്റ് മരിച്ചു. നീ അവരെ ചതിച്ചു കൊന്നു. എന്താ പറഞ്ഞ? ഞാൻ ചതിച്ചു കൊന്നോ? എടാ വേലപ്പ, മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ പറഞ്ഞിട്ടൊക്കെ പോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിന്നോട് പകരം ചോദിക്കാനാണ്. ഓഹോ, അപ്പോൾ പകരം ചോദിക്കാതെ നീ പോവില്ല അല്ലേ? ഇല്ല. നീ ദ്രോഹിയാണ്, കള്ളനാണ്, വഞ്ചകനാണ്. നിന്നെ വിശ്വസിച്ചിരുന്ന എന്റെ ചേട്ടനെ നീ ഒരു കൊലപ്പുള്ളിയാക്കി മാറ്റി. നീ നാട്ടിൽ കാട്ടിക്കൂട്ടിയിരിക്കുന്ന അക്രമങ്ങൾ ചില്ലറയൊന്നുമല്ല. എല്ലാറ്റിനും കൂടി പകരം ചോദിക്കാൻ ഞാൻ വന്നിരിക്കുകയാണ്. ഇനി നിനക്ക് രക്ഷയില്ല.
ഇത് നിന്റെ അവസാനത്തെ നിമിഷങ്ങളാണ്. രാഘവ, എന്നെ രക്ഷിക്കണം. രാഘവ, എന്നെ രക്ഷിക്കണം. രാഘവ, എന്നെ കൊല്ലരുത്. എന്നെ രക്ഷിക്കണം. നിന്നെ രക്ഷിക്കണം അല്ലേടാ? നിന്നെ രക്ഷിക്കുന്നവരെ ദൈവം ശിക്ഷിക്കും. നിനക്ക് വേണ്ടി ഞാൻ എന്റെ അനുജനെ പോലും ഉപേക്ഷിച്ചു. എന്നിട്ട് എന്റെ കൈ കൊണ്ട് തന്നെ അവൻ ചാകണമെന്ന് നീ തീരുമാനിച്ചു അല്ലേടാ? അതിനുവേണ്ടി നീ പ്രയോഗിച്ച തന്ത്രം നന്നായിട്ടുണ്ടാ, നന്നായിട്ടുണ്ട്. ഇതുവരെ ഞാൻ നിന്റെ കൂടെ നിന്ന് എന്റെ പാപം തീരണമെങ്കിൽ നിന്റെ ജീവിതം എന്റെ കൈ കൊണ്ട് തന്നെ തീരും. ഞാൻ ജീവിച്ചതിനെ ഇവനെ കൊല്ലാൻ വേണ്ടിയാണ്. ചേട്ട ഒരു കൊലപാതകയെ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നിന്നോട് മാറി നിൽക്കാനാണ് പറഞ്ഞത്. ഞാൻ കൊല്ലുവനി. വേണ്ട മക്കളെ, എന്താണ് ചെയ്യുന്നത്? നാണം കെട്ടവനെ, വേണ്ട മോനെ, ഒന്നും ചെയ്യണ്ട. തൊട്ടുപോകരുത്. ഞങ്ങളുടെ അമ്മയുടെ പാദം സ്പർശിക്കാനുള്ള യോഗ്യത നിനക്കില്ല. ഭവാനിയമ്മേ, എന്നെ രക്ഷിക്കില്ലേ? ഞാൻ ഇന്നോളം ചെയ്ത എല്ലാ ദ്രോഹത്തിനും നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. എന്നെ രക്ഷിക്കും ഭവാനിയമ്മേ. എന്നെ കൊല്ലണമെന്ന് പറയൂ ഭവാനിയമ്മേ. ഇവൻ പറയുന്നൊന്നും അമ്മ വിശ്വസിക്കരുത്. ഇവൻ കള്ളനാണ്, ദ്രോഹിയാണ്. വേലപ്പൻ പറഞ്ഞപ്പോഴൊന്നും നമ്മളത് വിശ്വസിച്ചില്ല. അതിന് ഞാൻ അനുഭവിച്ചു. എല്ലാം ഞാൻ മനസ്സിലാക്കി മക്കളെ. കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കുന്നവരെ ശിക്ഷിക്കുന്നത് ധർമ്മമല്ല. നിങ്ങളെ പ്രസവിച്ച നിങ്ങളുടെ അമ്മയുടെ കാൽക്കൽ വീണാണ് ഇയാൾ മാപ്പ് ചോദിക്കുന്നത്. ഇയാളെ ഇനി ഒന്നും ചെയ്യരുത്. ക്ഷമിച്ചുകളെ മക്കളെ. ക്ഷമിക്കാൻ ഇവനോട്? നിങ്ങൾക്കത് പ്രയാസമാണെന്ന് ഈ അമ്മയ്ക്കറിയാം. പ്രതികാരം ചെയ്യാൻ ആർക്കും കഴിയും. ക്ഷമിക്കാനും മാപ്പ് കൊടുക്കാനും വലിയവർക്ക് മാത്രമേ കഴിയൂ. എന്റെ മക്കൾ വലിയവരാകണമെന്നാണ് ഈ അമ്മയുടെ ആഗ്രഹം. ഇയാളോട് ക്ഷമിച്ചു കളയൂ മക്കളെ. നിങ്ങളെ പറ്റി അമ്മയാണ് ഈ പറയുന്നത്. ഇയാളോട് ക്ഷമിച്ചു കളയൂ. ഭവാനിയമ്മേ, നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. വേലപ്പാ, നിന്റെ ചേട്ടത്തിയമ്മയുടെ ജീവന് യാതൊരു ആപത്തുമില്ല. നമ്മുടെ ആസ്പത്രി കിടക്കുക. ചേട്ടാ, വേലപ്പാ, വേലപ്പാ. ഇനി ഒന്നും ഭയപ്പെടാനില്ലെന്നാ ഡോക്ടർ പറഞ്ഞു. Now she is all right. ഉടനെ വന്നതുകൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത്. വളരെ നന്ദി ഡോക്ടർ. നമ്മൾ പാടുപെട്ട ഒരു ആസ്പത്രി ഉണ്ടാക്കിയതിന്റെ ഗുണം ഇപ്പൊ മനസ്സിലായ വേലപ്പാ. ഈ മാളിയങ്കടന്റെ ആസ്പത്രിയിലാണ് കൊണ്ടുവരുന്നെങ്കിലേ ഞമ്മ ഉമ്മാന്റെ ഗതി എന്നെ വരിക്കും വരേനും. എന്റെ തെറ്റുകളെല്ലാം ഞാൻ മനസ്സിലാക്കും. ഞാൻ ഇതുവരെ ചെയ്ത പാപങ്ങൾക്ക് നിങ്ങൾ എനിക്ക് മാപ്പ് തന്നു എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. എന്താ വേലപ്പ, ഇദ്ദേഹത്തിന് മാപ്പ് കൊടുത്തുകൂടെ? നമ്മൾ അപ്പോഴേ മാപ്പ് കൊടുത്തു കഴിഞ്ഞല്ലോ ചേട്ടാ. എന്നാൽ ഞങ്ങൾ എല്ലാവരും മാപ്പ് തന്നിരിക്കും. ഇനി മുതൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കണം. എല്ലാ കാര്യങ്ങളിലും ഞാനും ഉണ്ട്. പറഞ്ഞ പോലെ ചിഞ്ചല ഇത്ര നേരം എവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു? ഇനി എന്നെ ചിഞ്ചിലൊന്ന് വിളിക്കാതെട മോനെ. അച്ഛൻ ചിഞ്ചല ഒന്ന് വിളിക്കോ? ചിഞ്ചലച്ച അപ്പൊ നന്നാകാൻ തന്നെ തീരുമാനിച്ചല്ലേ ഡോക്ടറെ? ഇനി അച്ഛന്റെ കാലൊന്ന് ഓപ്പറേറ്റ് ചെയ്യും. ഇതുവരെയുള്ള എന്റെ എല്ലാ സമ്പാദ്യങ്ങളും എന്റെ മകൾക്കുള്ളതാണ്. എന്റെ മകൾ വേലപ്പനുള്ളതാണ്. വേലപ്പൻ നിങ്ങളുടെ എല്ലാവരുടെയും സ്വത്താണ്. അപ്പൊ ഇനി നമ്മളെല്ലാം